ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. പെട്ടെന്നുണ്ടായൊരു പാർട്ടിയാണ്. വൈകുന്നേരം 4 മണിക്കാണ് നാളെ ഉച്ചയ്ക്ക് ഗസ്റ്റ് വരും എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള നൈറ്റ് പ്രിപ്പറേഷൻസും പിറ്റേന്നുള്ള കുക്കിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉള്ള ഐറ്റംസ് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാമെന്നും ജോലി എളുപ്പമാക്കാനുള്ള ഉമ്മാൻ്റെ കുറച്ച് പൊടിക്കൈകളൊക്കെ കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാത്രി 7 മണിക്കാണ് പണികളൊക്കെ തുടങ്ങുന്നത്. ആദ്യം തന്നെ ബീഫ് കട്ട് ചെയ്യാണ്. 1.5 കിലോ ബീഫുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് വരട്ടിയത്, ഇഫ ചിക്കൻ എന്നിവയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പായസവും ലുക്കീമാത്തും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബീഫ് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഉമ്മ ബിരിയാണിയിലേക്കുള്ള വലിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി കളയാണ്. ബിരിയാണിയിലേക്ക് 2 കിലോ ചിക്കനും ഇഫ ചിക്കനിലേക്ക് 2 ഫുൾ ചിക്കൻ 8 പീസായി കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയത്. ഇഫ ചിക്കന് 16 പീസ് ചിക്കൻ ഉണ്ട്. അപ്പോൾ 2ലേക്കുള്ള ചിക്കനും ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ ഞാൻ രാത്രി തന്നെ വേവിച്ച് വെക്കുകയാണ്. ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്താൽ മതി. ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ ഒരുപാട് വേസ്റ്റ് ആവും. ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ ഒരുപാട് ഓയിലും വേണ്ട. ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇങ്ങനെ വേവിക്കുമ്പോൾ ചിക്കനിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഉമ്മ ബീഫ് വേവിക്കാൻ വെക്കുകയാണ്. ഉമ്മാൻ്റെ ബീഫ് വരട്ടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആട്ടോ. ബീഫ് ഉമ്മ കുക്കറിലൊന്നും വേവിക്കില്ല കേട്ടോ. സാധാരണ വിറകടുപ്പിലാണ് ഉമ്മ വേവിക്കാറ്. ഇതിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണ്. ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണ്ട, കാരണം ഇനി ഫ്രൈ ചെയ്യാനുള്ള ചിക്കനല്ലേ, അപ്പോൾ ഒരുപാട് വേവിച്ചാൽ ഉടഞ്ഞു പോവും. ഇനി തുറന്നു വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഉമ്മാക്ക് പൊടികളൊക്കെ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പണ്ടുള്ളവർക്ക് നമ്മളെപ്പോലെ ടീസ്പൂൺ, ടേബിൾ സ്പൂൺ എന്നൊന്നും ഇല്ലല്ലോ. എന്നാലും അവരുടെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കും. ബീഫിലേക്ക് പച്ചമുളക്, വലിയുള്ളി, തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ ഇവയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് വേവുമ്പോൾ അതൊക്കെ ഉടഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തക്കാളിയൊക്കെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇഞ്ചി ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലാണ്, നന്നായിട്ട് തിളച്ച ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഈ സമയം ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അതുപോലെ നാളത്തേക്കുള്ള എല്ലാ വെജിറ്റബിൾസും തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇഫ ചിക്കനിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആദ്യം ചിക്കനൊക്കെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ സോഫ്റ്റ് ആവുകയും ചെയ്യും, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇതിലേക്കുള്ള തൈര്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, നല്ല ജീരകപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലെമൺ ജ്യൂസ്, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ചിക്കൻ ബിരിയാണിയുടെ കൂടെ നാളെ കുറച്ച് മന്തി കൂടെ വാങ്ങിക്കാന്ന് കരുതി. പെട്ടെന്നുണ്ടായ സൽക്കാരായതുകൊണ്ട് 2 തരം ചോറിലേക്കും കൂടി രാത്രി റെഡിയാക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഒരൈറ്റം വാങ്ങിക്കാന്ന് കരുതി. ബിരിയാണിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും രാത്രി തന്നെ ചതച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ബീഫ്
ബീഫ് ഒന്നുകൂടി വേവാനുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുകയാണ്. വേവിച്ച് വെച്ച ചിക്കനും ബീഫും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല. അത് രാവിലെ എടുക്കാനുള്ളതല്ലേ, അപ്പം ഞാൻ പുറത്ത് തന്നെ വെക്കുകയാണ്. ചിക്കനും ബീഫൊക്കെ ഒരുപാട് വൈകിട്ടേ ഫ്രൈ ചെയ്യണുള്ളെങ്കിൽ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ നേരത്തെ തന്നെ ഞാൻ ജോലി തുടങ്ങുകയാണ്. എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ ബിരിയാണിയിലേക്കുള്ള സവോള കട്ട് ചെയ്തു. ഇതിന് ലോ ഫ്ലെയിമിൽ വഴറ്റാൻ വെക്കുന്നുണ്ട്. സവോള കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ ചായക്കുള്ള വെള്ളം പോലും വെച്ചത്. സവോളയിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മറ്റ് ജോലികളും ചെയ്യാമല്ലോ. സവോള ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഇന്നലെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മുട്ടയും പഴമൊക്കെ ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുപോലെ ഇന്നലെ വേവിച്ച് വെച്ച ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ചേർക്കുകയാണ്. അതുപോലെ ചിക്കനും ഓരോ ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് എളുപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ട്രിപ്പ് ഇടുമ്പോഴും വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൽ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ ചിക്കൻ്റെ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെളിച്ചെണ്ണല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് അതിലേക്ക് ചേർക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കുകയാണ്. ബിരിയാണിയിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കുകയാണ്. ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്യുന്നുണ്ട്. ചിക്കനൊക്കെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ടോ. അപ്പോൾ ഇനി മസാലയിലേക്ക് തൈര് കൂടെ ചേർക്കുകയാണ്. തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായാൽ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണം. പച്ചമുളകിന്റെ എരിവും ഫ്രൈ ചെയ്ത ചിക്കന്റെ എരിവും ഉണ്ടാവും. കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർക്ക് ഇത്തിരി കുരുമുളക് കൂടി ചേർത്താൽ മതി. ഈ സമയം ഉമ്മ ബീഫ് വരട്ടിയെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും കുക്ക് ചെയ്ത ബീഫും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 3-4 മിനിറ്റ് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് കുക്കാവണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ബിരിയാണിയിൽ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും ഇതുപോലെ അടച്ചു വെച്ചൊന്ന് നല്ലപോലെ കുക്ക് ചെയ്യണം. എങ്കിലേ മസാലയിലേക്ക് ചിക്കന്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ടൊന്ന് സെറ്റ് ആവുള്ളൂ. അതുപോലെ ബീഫും മീഡിയം ഫ്ലെയിമിൽ കുക്കാവുന്നുണ്ട്. ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് വേവാനുള്ള വെള്ളം വെക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഈ ടൈമിൽ നമുക്ക് അരി കഴുകിയെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കാവും. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി തിളക്കുന്നുണ്ട്. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. പായസത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 80% കുക്കായാൽ മതി. ദമ്മിൽ കിടന്ന് ഒന്നുകൂടെ വേവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ചോറ് ഊറ്റിയെടുക്കാൻ, എങ്കിലും അരി ഒന്നും ഒട്ടിപ്പിടിക്കില്ല. ഓരോ ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നതിനിടയ്ക്ക് നെയ്യും ഗരം മസാലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി റെഡിയായി. അടിയിലൊരു പാന് വെച്ച് ലോ ഫ്ലെയിമിൽ ഇനി അരമണിക്കൂർ ദമ്മിടുകയാണ്.
ഇനി ലുക്കീമാത്തിന്റെ ബാറ്റർ റെഡിയാക്കുകയാണ്. കുറഞ്ഞത് 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 പാക്കറ്റാണ് ഇതിലുള്ളത്. 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. വെള്ളത്തിന്റെ അളവൊക്കെ ഈ പാക്കിന്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പായസത്തിലേക്കുള്ള ചൗകരി വെന്ത് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. ഇനി സേമിയ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് ഒന്ന് തിളച്ചാൽ തന്നെ വേവും. വെള്ളത്തിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ വെന്താ ഇതിലേക്ക് പാലൊഴിക്കുകയാണ്. 2 ലിറ്റർ പാലൊഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച തീ ഓഫ് ചെയ്യാം. ഇനി ഇഫാ ചിക്കനിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കുകയാണ്. 3 മുട്ടയുടെ വെള്ളയാണ് എടുത്തത്. ഇതിലേക്ക് ഫ്രഷ് ക്രീം, 3 സ്ലൈസ്ഡ് ചീസ്, 3 അല്ലി വെളുത്തുള്ളി, പാല്, ഉപ്പ്, പഞ്ചസാര, വിനാഗിരി ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇഫാ ചിക്കൻ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാട്ടോ. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയാണ്. പായസത്തിലേക്ക് കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഫ്രൈ ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ മതി. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. എന്നാലേ ചിക്കന്റെ ഉള്ളൊക്കെ ഒന്ന് വേവുള്ളൂ. ഏകദേശം ഒരു ഭാഗം കുക്കായ മറ്റേ ഭാഗം ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരുപാട് ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ 2 പാനിലാക്കിയാണ് ഫ്രൈ ചെയ്യുന്നത്. 2 ഭാഗവും ഏകദേശം ഒന്ന് കുക്കായ പിന്നെ അടച്ചു വെക്കണ്ട. എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഈ സമയം ഞാൻ കുറച്ച് പായസം എടുത്ത് കുടിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇഫാ ചിക്കന്റെ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്. അതുപോലെ തൈരിലേക്ക് ഉപ്പും പച്ചമുളകും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കന്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ചേർത്ത് അടച്ചു വെച്ചൊന്ന് 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടി ചെറുതായി കട്ട് ചെയ്ത് മല്ലിയില കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും ഫ്രഷ് ആവാൻ പോയി. ഗസ്റ്റ് വരാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിരിയാണിയൊക്കെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ സാലഡിലേക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ലുക്കീമാത്ത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലുക്കീമാത്ത് കുറെ സമയം മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചാൽ തണുത്ത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് അവസാനം ഫ്രൈ ചെയ്യുന്നത്. ഇതിങ്ങനെ കൈകൊണ്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചാലും മതി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.
ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.